കുറേ നാൾക്ക് കൂടിയിട്ടായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ പോലെ എടുക്കാമെന്ന്. പക്ഷേ ഇൻട്രോ ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടും ഇങ്ങനെ ലൈവായിട്ട് സംസാരിച്ച് അധികം വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നാലും എന്തൊക്കെയോ പറഞ്ഞൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. പിന്നെ മൈക്കില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ ദിവ്യ, ഓക്കെ ഓക്കെ. ഫസ്റ്റ് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഫസ്റ്റ് നമ്മൾ സിറ്റി വാക്കിലാണ് പോകുന്നത്. ഇത് മെട്രോ സ്റ്റേഷൻ തന്നെയാണ്. ഒരു കാഴ്ച നമുക്കിതൊക്കെ മ്യൂട്ടാക്കിയിട്ടുണ്ടാവും. എങ്ങനെയാ പറയുന്നത്? നല്ല കമ്മല്. താങ്ക്സ് ഡാ. എങ്ങനെ എടുക്കുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ അല്ല ഇങ്ങനെ. ഞാൻ ദിവ്യക്ക് എങ്ങനെ എടുത്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിന്റെ എക്സ്പ്രഷൻ ആട്ടോ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പം ഞങ്ങൾ അവരൊക്കെ നോക്കുന്നു. ഞങ്ങളിപ്പോൾ സിറ്റി വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണം. അതിനൊന്നുമില്ല, ചുമ്മാ നടക്കാൻ പോകുന്നതാ. ആക്ച്വലി ഞങ്ങൾ കൊറിയൻ ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പക്ഷെ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങി കുറച്ച് പിക്സ് എടുത്തിട്ട്. ഇപ്പൊ ബിക്കോസ് ഇപ്പൊ 6 മണി മാത്രമായിട്ടുള്ളൂ അല്ലേ? മാത്രം അല്ലെ, കഴിക്കാറായിട്ടില്ല. കുറച്ച് കറങ്ങിയിട്ടൊക്കെ ഇനി വിശന്നിട്ട് വേണം നമുക്ക് കൊറിയൻ ഫുഡ് കഴിക്കാൻ. ഞങ്ങൾക്ക് കഴിച്ച അങ്ങനെ ശീലമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റി വാക്കിലെത്തി. യെസ്, ഇവിടെ ആക്ച്വലി വെറുതെ വന്നതാണ്. ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം എന്നിട്ട്, പക്ഷെ പറ്റുമെന്നറിയില്ല. അപ്പോൾ സ്പോട്ട് നോക്കണം, നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള സ്പോട്ട്. അപ്പോൾ ദിവ്യക്ക് എന്താ പറയാല്ലേ? വിശേഷങ്ങൾ പറ. ശേഷം നമ്മൾ കുറെ ഓൾറെഡി ബസ്സിൽ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. വ്ലോഗ് എടുക്കുമ്പോൾ ഒന്നുമില്ല. ഇല്ല, ഇത്രയും നേരം ഞങ്ങൾ ഭയങ്കര. നിന്റെ ഫാൻസിനോട് സംസാരിക്കും. ഫാൻസ് ഞാൻ സംസാരിച്ചോ? ചോദിക്കാം അവരോട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം. നമുക്ക് പിന്നെ ഒരു കൊറിയൻ ഫുഡ് കഴിക്കണമെന്നുണ്ട്. പക്ഷേ സ്ഥലത്തിൻ്റെ പേര് റൊമാൻറ്റിക് പാക്കാണ്. പക്ഷേ എന്താ, അത് ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകണം. അതെങ്ങനെ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ. ഇവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അവിടെ സെഫോറ ഉണ്ടല്ലോ, നമുക്ക് മേക്കപ്പ് വാങ്ങിക്കണം. കുറച്ച് സ്കിൻ കെയർ. എന്ത് ചെയ്യാൻ പോകും ദിവ്യ? കുറച്ച് ടച്ചപ്പ് വേണം. ഏത് ലിപ്സ്റ്റിക്കാ? പറയില്ല, നോക്കട്ടെ. നീ അന്നും ചോദിച്ചായിരുന്നു. ഷെയ്ഡ് ഏതാ? 02. അതിന്റെ ഒന്നില്ല ഭയങ്കര കുറച്ചുള്ളൂ. പോയാലോ? ആകെ ഫ്രണ്ടി മാത്രം. ഞാനോട്ടെ. ഇത് കുറച്ച് കൂടുതലിട്ട് ഭയങ്കര കളറായിരുന്നു. സുന്ദരമായിട്ടുണ്ട്. സോറി, ഹെലികോപ്റ്റർ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. ഫസ്റ്റ് ടൈം. യെസ്. അപ്പോൾ നമുക്ക് വ്ളോഗിൽ ആക്ച്വലി ഒന്നും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു ദിവ്യ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചോദിക്കട്ടെ? ചോദിച്ചോ. ശ്രീധരൻ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നമുക്ക് നോക്കാം. ഓക്കെ. ദിവ്യ അതുപോലെ വ്ളോഗ് എടുക്കണം. ഓക്കെ. എന്താ ചോദിക്കാം? മമ്മൂട്ടിയോ മോഹൻലാൽ? മോഹൻലാൽ. ചുമ്മാ ആലോചിക്കണേ. മോഹൻലാൽ. ഇനി എന്നാണോ? നിനക്കോ? മോഹൻലാൽ. ക്വസ്റ്റ്യൻ മമ്മൂട്ടി കണ്ട പ്രശ്നം. എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ നീ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പറ്റില്ല. നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബുർജ് ഖലീഫ. ഇതെങ്ങനെ ഈ കൈ കൊണ്ട് നീ എങ്ങനെ എടുക്കുന്നത്? കാണിച്ചു ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. എന്റെ ക്യാമറ ഇങ്ങനെ കൈ അങ്ങോട്ട് ഫ്ലെക്സിബിൾ അല്ല. എടി ഒന്നുകൂടെ മമ്മൂട്ടി ഓർമ്മ. അയ്യോ അല്ല, ശീതള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓക്കെ, പറ. നീയല്ലേ ചോദിക്കും. ആ ഷോപ്പിന് പേര് എക്സ്പെക്ടേഷൻ. ഇഷ്ടപ്പെട്ടു? എക്സ്പെക്ടേഷൻ. ദിവ്യക്ക് മോഹൻലാൽ ഒരു മമ്മൂട്ടി ഇഷ്ടം. എനിക്ക് മോഹൻലാൽ. നിനക്കോ?
അതെന്താ മമ്മൂട്ടി ഇഷ്ടമൊക്കെ? മമ്മൂട്ടി. ഓക്കെ, അടുത്തത് എവിടേക്കൊന്ന് ക്രോസ് ചെയ്യോ വേഗം? ഇത് എന്ത് റോഡത്? ഓക്കെ, അല്ല ഇത് മെയിൻ റോഡ് എടുക്കണ്ട, കാറ് പോകുന്ന സ്ഥലം. എന്നിട്ട് ഇവിടെ നിന്ന് മെയിൻ റോഡിൽ. ഓക്കെ, ഇനി എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നോട് ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ വേണോ അതോ നമുക്കൊന്ന് മാറ്റി ജനറൽ നോളജ് എങ്ങനത്തെ നിനക്ക് കൂടുതൽ ഇടാൻ എങ്ങനത്തെ ഡ്രസ്സിംഗ് ആണ് ഇഷ്ടം? ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ മോഡേൺ പോലത്തെ ആണോ അതോ എത്നിക് വെയർ? എനിക്ക് സാരി എടുക്കാൻ ഇഷ്ടം. എനിക്ക് സാരി ഇഷ്ടമല്ല. അല്ല, സാരി വെറുതെ അല്ല റീൽ നോക്കി എടുക്കാം, അല്ലാണ്ട് ശരിക്കും ഇഷ്ടമല്ല. ഇപ്പൊ നിന്നെ കാണുന്നുണ്ടോ? എനിക്ക് പോകുമ്പോ ഒക്കെ ഇടാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് എന്താ ഇഷ്ടം? എനിക്ക് നോർമൽ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ബിക്കിനി. ക്രോപ്പ് ടോപ്പും ഫേവറേറ്റ് ആണ്. ക്രോപ്പ് ടോപ്പും പിന്നെന്താ ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടമായി. ഇങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ? എലീനയാന്ന് വിചാരം. വിചാരം നമ്മുടെ ഞാൻ പറയാം ഇവളുടെ വിചാരം. ഞാൻ പറയാം ഇത് കേപ്പോപ്പ് ഹെയർ സ്റ്റൈലാ. ദിവ്യ ഒറ്റയ്ക്ക് കട്ട് ചെയ്തതാ. ഇല്ല, പക്ഷെ എനിക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ല. ജസ്റ്റ് ഇവിടെ കുറച്ച് ഇങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവാ. അതേതാ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഫൈൻ അടിക്കായിരിക്കും. ഇതൊരു ഡോഗ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. വീടെടുക്കുന്നുണ്ടാണോ? ഡോഗ്സ് നോക്കുന്നുണ്ടല്ലോ. വേറെ ആരും ഉണ്ടാക്കിയില്ല, അപ്പൊ നമ്മളെ തന്നെ എന്നാ അടുത്ത് പോകണം. നമുക്ക് കുറച്ച് ഡോഗിന്റെ വീഡിയോ എടുക്കാം. ഡോഗിന്റെ വീഡിയോ അവിടെ ഇല്ലല്ലോ. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. നമുക്ക് പ്ലാൻ മാറ്റണം. ചോക്ലേറ്റ് വേണോ അതോ കൊറിയൻ ഫുഡ്? ഞങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ബ്രേക്ക് കൊടുത്തേക്കാം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ചൈൽഡിഷ് ആണ്. ദിവ്യ പറഞ്ഞു മമ്മൂട്ടിയാണ് മോഹൻലാൽ അങ്ങനെ. ഓ വാ, ചൈൽഡിഷ് ഒന്നുമല്ല. അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യാലോ. ദിവ്യക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇല്ല, ഇഷ്ടമാണ്. ഒന്നിപ്പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത് വണ്ടിയുടെ മുന്നിൽ വലിച്ചു ഞാൻ. ഹലോ ഗൈസ്, ലാസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്പോട്ടിലെത്തി. മാറുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ ഗൂഗിൾ മാപ്പ് നമുക്ക് വേണ്ട കുറച്ച് നേരം ഫ്രീ ആണ്. ഞങ്ങളിപ്പോൾ സിറ്റി വാക്കിൽ തേരാപ്പാര നടക്കുക. ആക്ച്വലി ഒന്നും ചെയ്യാനില്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാം. ഇവിടുന്ന് ഒന്നും കഴിക്കണ്ടല്ലോ. ഇവിടുന്ന് നിങ്ങൾക്ക് സ്നാക്സ് ആണോ? സ്നാക്സ് അല്ലെങ്കിൽ ചോക്ലേറ്റിൽ എന്തെങ്കിലും? ഡൺ. കുറേ നേരം നടന്നിട്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. ശീതള കാലം ദിവ്യക്ക് ഞാൻ എടുക്കുന്നില്ല. ഇവിടെ അടുത്തേക്ക് അവിടെ കാക്ക സ്ലൈറ്റ്ലി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാറിയിട്ടുണ്ട്. വേറെ ഒന്നും വിചാരിക്കണം. ഞാൻ മാറിയിരിക്കാൻ പറഞ്ഞിട്ട് ആക്ച്വലി അവിടെ ഇരിക്കാൻ പോയതാണ്. സ്റ്റാർട്ടിങ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ നടന്നിട്ട് കാല് വെച്ചിട്ട് വന്നിരിക്കുക. കാല് കടയ്ക്കാന്നാണ് പറയാ. കറക്റ്റാ? നിന്റെ നാട്ടിൽ എന്താ പറയാ? കടയ്ക്കാന്നല്ല പറയാ, കടച്ചിൽ എന്നാലും നീ പറയാറ്. പറയില്ലേ? എനിക്ക് കാലയിൽ അനക്കാൻ പറ്റാണ്ടാവുന്നത് അതല്ലേ കടിച്ചു. ഐ ഡോണ്ട് നോ, ഞാൻ നീ പറയുന്നതാണ് കേട്ടേക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ പേര്? അത് മാറ്റം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നടന്ന് കാല് കഴിച്ചിട്ട് വന്നിരിക്കുക. അപ്പോൾ ഒന്നുമില്ല, കുറച്ച് നേരം ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ബസ് സ്റ്റോപ്പ് വരപ്പുണ്ട്. നമ്മൾ റീൽ എടുത്തില്ല. നമ്മൾ ആക്ച്വലി ഇപ്പോൾ റീൽ എടുക്കണം. എൻ്റെ ദിവ്യൻ്റെ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ ഈ സൈഡ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഈ സൈഡ് ഇഷ്ടമല്ല. നിനക്ക് അതല്ല ഇഷ്ടം? ഈ സൈഡല്ല ഇഷ്ടം? ഇവിടുന്ന് വിളിച്ചെടുത്തോ. ഇങ്ങനെ വിശേഷം പറ. നമ്മൾ എന്തുകൊണ്ടാണ് മാറി ഇരിക്കുന്നത്? എന്തോ ആക്കി കൈ അടയ്ക്കുന്നത്. ഈ വ്ളോഗ് എടുക്കുന്നവരെ സമ്മതിക്കണം. ഈ കൈ പിടിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി എൻ്റെ മൊബൈലിൽ ചാർജിലാവുകൊണ്ട് ഞാൻ ഇനി എത്ര നേരം എടുക്കുന്ന അറിയില്ല. കുറച്ച് നേരം ചാർജ് ഇട്ടിട്ട് ഇനി വരാം. എൻ്റെ ചാർജറാണ് ഞാൻ കൊണ്ടുവന്നില്ല. ഓക്കെ, നമുക്ക് പോവാം. Let's go.
നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്താ ഓർഡർ ചെയ്തെന്ന് അറിയില്ല. വന്ന് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മൾ ആക്ച്വലി ചമ്മി ഇരിക്കുക. ബിക്കോസ് ഇത് എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിക്കാൻ തന്നെ അറിയത്തില്ല. ഇവിടെ ഫോർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നോട്ടെ എനിക്കിതാ എങ്ങനെ ഹോൾഡ് ചെയ്യാ? എനിക്കറിയില്ല. ഹോൾഡ് ചെയ്യാൻ എങ്ങനെ പഠിച്ചല്ലോ. പൊടി പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് പഠിച്ചത്. രണ്ടുപേരും ആലോചിച്ചോണ്ടിരിക്കാം എന്ത് ചെയ്യണം. എനിക്ക് ഇല വെച്ച് കിംച്ചി കഴിക്കാൻ തുടങ്ങിയാന്ന് അറിഞ്ഞോടാ മുറുക്കാൻ പോവാ. ദിവ്യ മുറുക്കാൻ പോവാ. കണ്ണ കിംച്ചി നീ ഇത് ഫ്രൈ ചെയ്യണോ? എനിക്കറിയില്ല. ഇന്നാൻ തോന്നില്ലല്ലോ. ഫ്രൈ ചെയ്യണം. എന്താ നോക്കാം. മാട്ടാതെ സ്പൂണോണ്ട് എടി ആരെങ്കിലും കാണോ? എനിക്കും അപ്പൊ ഞാൻ മറച്ചോണ്ടിരിക്കും. നീ എടുക്കൂ. എന്റെ ആയിട്ട് എന്റെ കാര്യം അടിക്കടി നീ ആരെങ്കിലും കാണുന്നതിന് മുന്നാണോ? നീ ഏത് പീസാ എടുത്ത? എന്റെ പക്ഷെ ആയിട്ടില്ല. അതിന് കുക്കായിട്ടുണ്ടാവോ? ആദ്യം ഒന്നും കഴിച്ചു. ഫസ്റ്റ് നീ കഴിക്കോ? ഞാൻ കഴിക്കാം. എന്തായാലും ഞങ്ങള് ഫുള്ള് ഇവിടെ കരിച്ചു കളഞ്ഞു. എടി അത് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അടുത്ത് എങ്ങനെ ചെയ്യും? എടി സീരിയസ് ആയിട്ട് വെച്ചാ ഈ കരിഞ്ഞതിന്റെ മുകളിലോ? എടി ഇത് വീണ്ടും കരിഞ്ഞോണ്ടിരിക്കുന്നു. എടി അവരെ വിളിക്കണോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചത്. എന്ത് ചോദിക്കാം അവരോട്? നാണിക്കാനാണ്. ഇത് നോക്ക്, അവര് കണ്ടാ കളിയാക്കും. എടി ഒന്ന് ദിവ്യയുടെ ഭയങ്കര കട്ടിങ്ങനാണ്. ഞങ്ങൾ ലാസ്റ്റ് എല്ലാം കരിയിച്ചു കളഞ്ഞു.